ശ്രീ രാജു എബ്രഹാം, സർക്കാരിൻ്റെ ഭാഗത്ത്, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തൊക്കെ ഇന്ന് വലിയ ആശ്വാസവും അവർ കരുതിയ ഒരു തലത്തിലേക്ക് ലോക ആഗോള അയ്യപ്പ സംഗമം എത്തിച്ചേർന്നു എന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടായത്. CPIM എങ്ങനെയാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സമാപനം നടന്ന വേളയിൽ കാര്യങ്ങളെ കാണുന്നത്? എല്ലാ വർഷവും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ശബരിമലയിൽ ഇല്ല എന്നുള്ള ഒരു പൊതു ചർച്ച എല്ലാ തലങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. അതിന് വലിയൊരു അളവ് വരെയുള്ള പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയോടാണെന്നുണ്ടെങ്കിലും മന്ത്രിമാരോടാണെങ്കിലും വിവിധ തലങ്ങളിലുള്ള പത്രമാധ്യമ പ്രവർത്തകരോടാണെങ്കിലും തീർത്ഥാടകർ വിവിധ ആവശ്യങ്ങൾ നിരത്തി വെക്കാറുണ്ട്. ഇപ്പൊ തന്നെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആവശ്യങ്ങൾ. ഇപ്പൊ ശബരിമലയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ശബരി റെയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 30 വർഷക്കാലമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ശബരിമല വിമാനത്താവളം ഞാൻ നിയമസഭയിലുള്ളപ്പോൾ ഉന്നയിച്ച ഒരു ആവശ്യമാണ്. അതിപ്പോൾ ഏതാണ്ട് യാഥാർത്ഥ്യമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ്. അതുപോലെ തന്നെ ശബരിമല റോപ്പ് വേ, ഞാൻ ദേശാഭിമാനി പ്രവർത്തിക്കുമ്പോ അവിടെ സാധനങ്ങൾ മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആയിരക്കണക്കിന് കഴുതകളാണ്. തീർത്ഥാടകർക്ക് നടക്കാൻ കഴിയില്ല. അപ്പൊ ഞങ്ങള് നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ആ വിഷയം ടേക്കപ്പ് ചെയ്തു. അതിനുശേഷം മാറ്റം ഉണ്ടായി, ട്രാക്ടർ വന്നു. ട്രാക്ടർ വന്നപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായി. ആ ഘട്ടത്തിലാണ് നമ്മള് ഇങ്ങനൊരു ടീം വന്നപ്പോൾ അവരെയും കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുമ്പിൽ ചെന്നത്. അവിടെ റോപ്പ് വേ ആലോചിക്കണം. അദ്ദേഹം അപ്പൊ തന്നെ സമ്മതം മൂളി വനംവകുപ്പ് മന്ത്രിയെ കണ്ടു. അന്ന് കെ രാജു ആയിരുന്നു. കാര്യങ്ങൾ എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. വനംവകുപ്പ് ഉന്നയിക്കുന്ന തടസ്സങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതുമുതൽ ഏറ്റവും ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരെ. അവിടെ ശൗചാലയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ശൗചാലയങ്ങളിൽ നിന്ന് പുറത്ത് പമ്പയിലേക്ക് പോകുന്ന അവിടുത്തെ മാലിന്യങ്ങൾ അത് വിമുക്തമാക്കാൻ വേണ്ടിയുള്ള കൂടുതൽ സൗകര്യങ്ങൾ വേണം. അവിടെ STP ആണ്, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഞങ്ങള് 97 കൊടുത്തൊരു ആവശ്യമായിരുന്നു. അവിടെ STP ഉണ്ടാവണം. ചെറിയൊരു STP വന്നു. ആ STP കൊണ്ട് 5 MLD STP ആണ് വന്നത്. അതുകൊണ്ട് മതിയാവില്ല. കൂടുതൽ STPകൾ, ആധുനികമായ സൗകര്യങ്ങൾ. കാലം ഇന്ന് ഒട്ടേറെ മാറി. ഇന്ന് നടന്ന ചർച്ചയിൽ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ കണ്ടത് ആളുകളുടെ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ നടപ്പാക്കാം. അപ്പൊ അവിടെ വന്ന നിർദ്ദേശങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ക്രൗഡ് മാനേജ്മെന്റ് നടപടി ഉണ്ടാവണം. അതുപോലെ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ ഇന്ന് അവിടെ ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. കാണാതെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായി. ആരോഗ്യ മേഖലയിൽ നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായി. മാസ്റ്റർ പ്ലാനിൽ നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായി. ആ മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശങ്ങൾ മാത്രമല്ല, പുതിയ ഒരു മെയിൽ ID നൽകിയിരിക്കുകയാണ്. ലോകമെങ്ങുമുള്ള പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും 4000-ലധികം ആളുകൾ പങ്കെടുത്തു. 5000-ഓളം ആളുകളാണ് അവിടെ പങ്കെടുത്തത്. പങ്കെടുത്തവർക്ക് മാത്രമല്ല, പങ്കെടുക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം. ആ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് അന്തിമമായി കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയാണോ സംഘടിപ്പിച്ചത്, ആ വലിയ ഉദ്ദേശ ലക്ഷ്യം വരുന്ന 25-50 വർഷങ്ങൾ മുമ്പിൽ കണ്ട് അവിടെ വരുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വെടിവെക്കാനുള്ള അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ക്യൂ കോംപ്ലക്സിലേക്ക് അവിടെ ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വെള്ളമോ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യമോ എങ്ങനെയാണ് അത് കൂടുതൽ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുക. വടം പൊട്ടി പരിക്കേൽക്കാതെ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ആയിരക്കണക്കിന് നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്, ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ശബരിമലയിൽ, പമ്പയിൽ, നിലയ്ക്കലിൽ ഒക്കെ ഈ മാറ്റങ്ങൾ പടിപടിയായി വന്ന മാറ്റങ്ങളാണ്. പക്ഷെ ആ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നീക്കാൻ വരും വർഷങ്ങളിൽ കഴിയില്ല. അതുകൊണ്ട് സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ടാണ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട്
നൽകിയിട്ടുള്ള ഈ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷമാണ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റിൽ ദേവസ്വം ബോർഡ് പ്രതീക്ഷ വെക്കുന്നത്, യെസ്. വിശ്വാസികൾ പ്രതീക്ഷ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആഗോള സംഗമം സംഘടിപ്പിക്കാൻ ശരി, തയ്യാറായത്. ശരി. ശ്രീ രാജു എബ്രഹാം, ഞാൻ വരാം. വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് CPIM ഇക്കാര്യത്തിലുള്ളത് എന്ന് തന്നെയാണ് രാജു എബ്രഹാം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്.